കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സംഘത്തിന്റെ പരിശോധന കർശനം. 2 ദിവസങ്ങളിലായി നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ KSRTC ബസ്സുകളിൽ കടത്തിക്കൊണ്ടുവന്ന 19.6 കിലോ കഞ്ചാവ് എക്സൈസ് അധികൃതർ പിടികൂടി. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശികളായ 25 വയസ്സുള്ള മുബഷീർ, 20 വയസ്സുള്ള പ്രജോദ് എന്നിവരെ വെള്ളിയാഴ്ചയും വർക്കല കുടവൂർ സ്വദേശി 25 വയസ്സുള്ള തൗഫീഖിനെ ശനിയാഴ്ചയുമാണ് പിടികൂടിയത്. വെള്ളിയാഴ്ച തെങ്കാശി കായംകുളം KSRTC ബസ്സിൽ പരിശോധന നടത്തവെയാണ് 2 ബാഗുകളിലായി കണ്ടെത്തിയ 12 കിലോ കഞ്ചാവ് പിടികൂടിയത്. വേറെ എന്തെങ്കിലും ഉണ്ടോ നിന്റെ പേഴ്സോ രേഖകളോ വല്ലതും ഒന്നും ഇല്ല ഇല്ല എടുത്തോ ഒരു മറ്റേ അവന്റെ അവിടെ കിട്ടുമല്ലോ. അല്ല അവിടെ അവിടെ ആ കോൺക്രീറ്റിനവിടെ ഒറീസയിൽ നിന്നും പാലക്കാട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു കഞ്ചാവെന്നാണ് പിടിയിലായവർ എക്സൈസ് സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. മുമ്പും ഇവർ ആര്യങ്കാവ് അതിർത്തി വഴി കഞ്ചാവ് കടത്തിയിട്ടുള്ളതായി എക്സൈസ് സംഘം സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 5 കിലോ കഞ്ചാവ് കടത്തിയതിൽ ഇപ്പോൾ പിടിയിലായ പ്രതികളിൽ ഒരാളുണ്ടെന്നാണ് വിവരം. പ്രതികളെ എക്സൈസ് ഇന്റലിജൻസും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒറീസയിൽ നിന്നും കേരള അതിർത്തിയിലെ ആര്യങ്കാവിൽ എത്തുന്നതുവരെ ഒരു തരത്തിലുള്ള പരിശോധനയും ഉണ്ടായിട്ടില്ലെന്ന് ആദ്യം പിടിയിലായവർ എക്സൈസിന് മൊഴി നൽകി. വിശദമായ അന്വേഷണം നടത്താനാണ് എക്സൈസ് സംഘത്തിന്റെ തീരുമാനം. ശനിയാഴ്ചയും എക്സൈസ് സംഘം പരിശോധന കർശനമായി തുടർന്നതോടെ തെങ്കാശി കൊല്ലം സർവീസ് നടത്തുന്ന KSRTC ബസ്സിൽ നിന്നും 7 കിലോയിലധികം കഞ്ചാവുമായി തൗഫീഖിനെ പിടികൂടുകയായിരുന്നു. എവിടുന്ന് വാങ്ങിച്ചേ? തിരുപ്പതിയിൽ നിന്ന്. എത്ര രൂപയ്ക്ക്? 4000 രൂപയ്ക്ക് വാങ്ങിച്ചു. ഓക്കെ. നിന്റെ കഞ്ചാവ് കണ്ടെടുത്ത സ്ഥിതിക്ക് നിന്റെ ബോഡി സെർച്ച് നടത്തണം. മനസ്സിലായോ? ഓക്കെ. നീ എഴുന്നേറ്റ് ഫോണുണ്ട് അല്ലേ? ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. വെള്ളിയാഴ്ച പിടികൂടിയ മുബഷീർ, പ്രജോദ് എന്നിവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G ഉദയകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. നാട്ടുവാർത്ത, ആര്യങ്കാവ്.